കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ. കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങളടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്തതിലും വിതരണം ചെയ്തതിലും ചട്ടലംഘനം നടന്നുവെന്നാണ് ജില്ലാ കലക്ടർ കണ്ടെത്തിയത്. ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും കലക്ടർക്കെതിരെ പരാതി നൽകുമെന്നും ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങളടങ്ങിയ തിളക്കം എന്ന പേരിൽ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് വിവാദത്തിന് അടിസ്ഥാനം. കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് LDF തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതാരോപിച്ച് കോർപ്പറേഷൻ UDF കൗൺസിൽ പാർട്ടിയാണ് പരാതി നൽകിയത്. ഇത് പരിശോധിച്ച് ജില്ലാ കളക്ടർ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിന്റിംഗും വിതരണവും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കണ്ടെത്തി. And I have given very strict instructions to the corporation to stop distribution. കാരണം അത് MCCയിലെ ഉല്ലംഘനമാണ്. പിന്നെ ആസ് ഓഫ് നൗ കോർപ്പറേഷൻ എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല ഈ വിഷയത്തിൽ. അതേസമയം ചട്ടലംഘനം നടന്നിട്ടില്ലെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. UDF പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത കളക്ടർക്കെതിരെ പരാതി നൽകാനും LDF തീരുമാനിച്ചു. നമ്മുടെ രാജ്യത്തെ വികസന പദ്ധതികൾ, നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാ ചട്ടലംഘനമാകുന്നത്? പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പകർപ്പ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. 6 ലക്ഷം രൂപയാണ് ഇത്തരം പ്രസിദ്ധീകരണത്തിന്റെ പരിധി. എന്നാൽ 30 ലക്ഷം രൂപയിലധികം ചെലവാക്കിയെന്നാണ് വിവരം. ചട്ടലംഘനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടത്. മീഡിയ 1 കോഴിക്കോട്.